ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമോ. ഐടാപ്പ് ഹാപ്പിനെസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ അപ്ഡേറ്റ് കോഴിക്കോട് മാങ്കാവ് വേട്ടയ്ക്കൂർ മകൻ ക്ഷേത്രത്തിലാണ്. സർവേശ്വരൻ നിങ്ങൾ എല്ലാവരെയും ഒരുപോലെ കടാക്ഷിക്കട്ടെ. ഇന്നത്തെ നക്ഷത്രം വിഷുഫലം ആസ്വദിച്ച് ഉത്രം നക്ഷത്രമാണ് ഇന്നത്തെ നക്ഷത്രപാദം. അറിയാമല്ലോ, കാർത്തിക, ഉത്രം, ഉത്രാടം ഈ മൂന്ന് നക്ഷത്രക്കാരും സൂര്യ ദശയിലാണ് ജനിക്കാറ്. ഇതിൻ്റെ കോഡ് ഓഫ് തിയറി ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ സൂക്ഷ്മത്തിലേക്ക് പോകുന്നില്ല. ഈ നക്ഷത്രക്കാർക്ക് ഇന്നെടുക്കുന്നത് ഉത്രം. സ്ഫുടഗണിതം അറിയാമല്ലോ. വിഷു 1-ാം തീയതി സൂര്യൻ സഞ്ചരിക്കുന്ന നക്ഷത്രവും കേതു സ്ഫുടവും ഒരുമിച്ച് കൂട്ടിയാൽ സൂര്യ നക്ഷത്ര യോഗസ്ഫുടം അഥവാ വിഷുസ്ഫുടം നമുക്ക് സൂക്ഷ്മമാക്കാൻ പറ്റും. ആ രീതിയിലാണ് ഉത്തരനക്ഷത്ര വിഷുഫലം എങ്ങനെ അനുഭവം ഉണ്ടാവും എന്ന രീതിയിൽ കണക്കാക്കപ്പെടുന്നത്. നമുക്ക് സ്ഫുടം വന്നത് 8 രാശി 28 ബാഹ 35 കല. ഇതാണ് യോഗസ്ഫുടം. ഉത്തരനക്ഷത്രം കാൽ 15 നാളിക മീൻസ് 6 മണിക്കൂർ ചിങ്ങത്തിലും 2, 3, 4 45 നാളിക കന്നി കൂറിലും ആണ് വരാറ്. നമുക്ക് ചിങ്ങം കന്നി ആ രീതിയിൽ എടുക്കുന്നത് ഉത്തര നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാവും. അവിടെ യോഗസ്ഫുടത്തിൽ അവിടെ ഭാവബലത്തിന് അത്ര പ്രാധാന്യം കൊടുക്കാത്ത യോഗസ്ഫുടം വെച്ചിട്ടുള്ള ഫലമാണ് നിർവചനം. അങ്ങനെ നോക്കുമ്പോൾ വ്യാഴൻ 4-ാം ഭാവത്തിലാണ് വരുന്നത്. ഇനി ചിങ്ങക്കൂരെടുത്താൽ 5-ൽ വ്യാഴൻ. എങ്ങനെ നോക്കിയാലും വ്യാഴൻ ശുഭസ്ഥാനത്തിലാണ് ഉത്തര നക്ഷത്രക്കാർക്ക് നിൽക്കുന്നത്. ആ ഗുരു മാർഗാധിപതിയാണ്. മാർഗാധിപതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്ന കാര്യം യാതൊരു വിധത്തിലും സൈഡ് എഫക്റ്റ് ഇല്ലാതെ കണ്ട് തീർത്തും നിങ്ങൾക്കും നിങ്ങൾ ചുറ്റിപ്പറ്റിരിക്കുന്ന മറ്റുള്ളവർക്കും ഷെയറിങ്ങും ആൻഡ് കെയറിങ്ങും തൃപ്തിയോട് നടക്കുന്ന ഒരു വിഷയമാണ് മാർഗദർശനം. നന്നായി വരും, എല്ലാ വിഷയത്തിലും നന്നായി വരും. അതുപോലെ തന്നെ ആ ഭാവാധിപതി മാർഗാധിപതി ആണ് ഗുരു. ആ ഗുരു കേന്ദ്രത്തിലാണ്, കന്നിയിൽ കേന്ദ്രത്തിലും മറ്റത് ത്രികോണസ്ഥാനത്തിലും. അങ്ങനെ വന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് വിവാഹം കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ മനസ്സക്ക് വളരെ ഇഷ്ടപ്പെട്ട രീതിയിൽ
ആണ് കിട്ടാറ്. ഫലം അങ്ങനെയാണ്. 4-ാം ഭാവത്തിൽ ആ ഗുരു ധനുരാശിയിൽ വന്നതുകൊണ്ട് പറയാൻ കാരണം സ്വക്ഷേത്രം മൂലക്ഷേത്രം ഗുരുവിന് എപ്പോഴും ബലവാനാണ് ഒരു കണക്കിൽ. അങ്ങനെ നോക്കുമ്പോൾ ഉത്തര നക്ഷത്രക്കാർക്ക് 4 വ്യാഴൻ വന്നതുകൊണ്ട് സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ, അതുപോലെ തന്നെ വീടോട് അനുബന്ധിച്ച് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇതൊക്കെ അനുകൂലിക്കും. പുതിയ വാഹനങ്ങൾ എടുക്കണം, പഴയ വാഹനങ്ങളെ വിൽക്കണം, നല്ല വാഹനത്തിൽ സഞ്ചരിക്കണം എന്നും ആഗ്രഹിക്കുന്നവർക്കും അനുകൂല്യമായ കാലാവസ്ഥയാണ് 4 വ്യാഴൻ. വിഷുഫലം ഉത്തര നക്ഷത്രക്കാർക്ക് ശ്രേഷ്ഠത ഭവിക്കും. പിന്നെ 3-ൽ ഗുളികൻ. വിഷുനന്ന് വൃശ്ചിക രാശിയിലാണ് ഗുളികന്റെ യോഗം. ആ ഗുളികൻ 3-ാം ഭാവത്തിൽ ഉള്ളതുകൊണ്ട് സാഹോദര്യമായിട്ട് ചെറിയ ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും 4-ൽ വ്യാഴൻ ശുഭപ്രദമായ ഫലങ്ങളെ ഉണ്ടാക്കിത്തരും. അതൊരു ഗുണം ഇതിൽ പൂർണ്ണമായും ഭവിക്കുന്നുണ്ട്. അഷ്ടമത്തിൽ സൂര്യൻ. നക്ഷത്രാധിപതി ഉത്തര നക്ഷത്രാധിപതിയായ സൂര്യൻ ലഗ്നാൽ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. ലഗ്നാഷ്ടമത്തിൽ ആ സൂര്യൻ ഉച്ചരാശിയിൽ നിൽക്കുകയും സൂര്യൻ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആയുർഫലത്തിന് യാതൊരു കേടുപാടുകൾ ഇല്ല. ആ സൂര്യൻ ഉത്തര നക്ഷത്രത്തിന്റെ അധിപതിയായ സൂര്യൻ ചന്ദ്രാൽ ഭാഗ്യസ്ഥാനത്തിലാണ് നിൽക്കുന്നത്, ലഗ്നാൽ ഉദയത്തിലും. അതുകൊണ്ട് ഈ നക്ഷത്രത്തിൽ യോഗികൾ, ഉപാസകന്മാർ, ധ്യാനം ജപം ചെയ്യുന്നവർ, യോഗശാസ്ത്രത്തിൽ ഉള്ളവർ, വേദാന്തികൾ പഠിക്കുന്നവർ, അതുപോലെ തപസ് അനുഷ്ഠിക്കുന്നവർക്കൊക്കെ നല്ല നല്ല ഗുണങ്ങളും കൂടുതൽ ശ്രേഷ്ഠതയും ഭവിക്കാനുള്ള അവസ്ഥയാണ് ഉത്തര നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ ചന്ദ്രാൽ 7 ശുക്രൻ. ഉത്തര നക്ഷത്രം കൊണ്ട് ഒരു ഭാഗം, ഉത്തര നക്ഷത്ര ഒരു ഭാഗത്തിൽ ഉള്ളവർ, ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് മംഗല്യവിശ്യം കൂടുതൽ ശ്രേഷ്ഠതയാവാണ് കാണുന്നത്. പിന്നെ ഈ നക്ഷത്രം കൊണ്ട് കന്നിക്കൂറ് കൊണ്ട് 9-ൽ ചൊവ്വ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും കൂടുതൽ ശ്രേഷ്ഠതയും വക്കീൽ ഭാഗത്തിൽ ഉള്ളവർക്ക് വളരെ ഗുണങ്ങളും ലഭിക്കുന്നതാണ്. 11-ാം ഭാവാധിപതിയായ ചന്ദ്രൻ ലഗ്നാൽ ദുരിതസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. 11-ാം ഭാവാധിപതിയായ ചന്ദ്രൻ, ആ ചന്ദ്രനുക്ക് വ്യാഴദൃഷ്ടി അനുകൂല്യമായി നിൽക്കുന്നു. ഒത്തിരി ദുരിതങ്ങളും പ്രയാസനങ്ങൾ വന്നാലും അതിനെ ഓവർകം ചെയ്യാനുള്ള മനോബലം നിങ്ങൾ വാർത്തെടുക്കും എന്നാണ് ഇതിൽ കാണുന്നത്. ഇതിൽ രോഗസ്ഥാനാധിപതി ശനിഗ്രഹമാണ് കേതുവോടുകൂടി വന്നത്. വെരിക്കോസ് സംബന്ധമായുള്ള അസുഖങ്ങൾ വരാനും സാധ്യതകൾ ഉണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് 9-ലാണ് ചൊവ്വ. ആ ചൊവ്വ ഗുരുവിന് ഷഷ്ടാഷ്ടമ യോഗം ചെയ്തിട്ടാണ് അനിഷ്ടസ്ഥാനത്തിൽ നിന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രാൽ 10-ൽ ചൊവ്വയും ഉത്തര നക്ഷത്രം കൊണ്ട് 9-ൽ ചൊവ്വയും, ആ ചൊവ്വയ്ക്ക് അനിഷ്ടസ്ഥാനത്തിലാണ് ദേവഗുരുവിൻ്റെ യോഗം. ദേവഗുരു പ്രസാദിക്കാത്തത് കൊണ്ട് രാഷ്ട്രീയത്തിലുള്ളവർക്ക് സ്വല്പം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാനും സാധ്യതകൾ ഉണ്ട്. 10-ൽ രാഹു. 10-ൽ നിൽക്കുന്ന രാഹുവിനെ ലഗ്നാൽ മാർഗാധിപതിയായ ഗുരുവിൻ്റെ ദൃഷ്ടി. ആയുർവേദം, അതുപോലെ വൈദ്യശാസ്ത്രത്തിൽ പഠിക്കുന്നവർ, റിസർച്ച് ചെയ്യുന്നവർ, രസതന്ത്രം, കെമിസ്ട്രി പഠിക്കുന്നവർക്കൊക്കെ നല്ല പഠന ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതകൾ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ സൂര്യൻ ഇഷ്ടസ്ഥാനത്തിലും ഗുരു ഇഷ്ടസ്ഥാനത്തിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ലഗ്നത്തിൽ ഉള്ളതുകൊണ്ടും എല്ലാം കൊണ്ടും ശുഭത്വമാണ് ഉത്തര നക്ഷത്രക്കാർക്ക് വിഷുഫലം. ഇതിൽ പറഞ്ഞ് അനുഭവം ഇല്ല, തിരുമേനി പറഞ്ഞ് 1% പോലും അനുഭവം ഇല്ല എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ ജാതകഫലം, ഇൻഫർമേഷൻ കോഡുകൾ. ഈ ഇൻഫർമേഷൻ കോഡുകൾ ഞാൻ 100 ആൾക്ക് പറഞ്ഞാൽ ഒരാൾക്കാണ് ഉണ്ടാവുക.
പറയാൻ ഈ കോഡ് ഞാൻ വായിക്കുന്ന ഒരാൾക്ക് രണ്ടാൾക്കും ഉണ്ടാവും. അവർക്ക് ആണ് ഇത് ഗുണം ചെയ്യുക. മറ്റുള്ളവർക്ക് അനുഭവത്തില്ലെങ്കിൽ അത് അവരവരുടെ കർമ്മഫലം, പൂർവിക ജന്മഫലമാണ്. അതാണ് ഇത്. ഔട്ട് ഓഫ് സിലബസ് പറയുമ്പോൾ ആർക്കും ഇഷ്ടമാവില്ല. എല്ലാവരും ടോപ്പാക്കി പറയാനാണ് തൃപ്തി. പറയാൻ കാരണം ഒരിക്കലും ഇൻഫർമേഷൻ, ഫേക്ക് ഇൻഫർമേഷൻ കൊടുക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഫലം വേണം എന്ന് ഉദ്ദേശിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? സൂര്യൻ്റെ അഷ്ടവർഗ ഫലം വിഷുഫലത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, സൂര്യൻ 10 ദിവസം വരെ ഉച്ചരാശിയിൽ സ്വയംഭു മഹാദേവനാണ്. മഹാദേവനെ ഉപാസിക്കുകയും ശക്തി പഞ്ചാക്ഷരി മന്ത്രം എടുക്കുകയും മഹാമൃത്യുഞ്ജയ ഹോമം ചെയ്ത് ആ സൂര്യഫലം കൂട്ടുന്നത് വളരെ ഉത്തമമായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. മാർച്ച് 25-ാം തീയതി മഹാരുദ്ര പഞ്ചാക്ഷരി യജ്ഞമുണ്ട്. വാസിയോഗം പഠിപ്പിക്കുന്നുണ്ട്. വരുന്നവർക്ക് രുദ്രാക്ഷം സൗജന്യമായി കൊടുക്കുന്നുണ്ട്. എല്ലാവരും കോഴിക്കോട് മാങ്കാവ് എത്തിപ്പെടേണ്ടതാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്ററാണ് മാങ്കാവ് വേട്ടക്കോരുമകൻ ക്ഷേത്രം. എല്ലാവരും എത്തിപ്പെടേണ്ടതാണ്. നല്ല നമസ്കാരം. നന്ദി.